ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലീഡ് കോഡ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം നമ്പർ 344 റിവേഴ്സ് സ്ട്രിംഗ്. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. റൈറ്റ് എ ഫംഗ്ഷൻ ദാറ്റ് റിവേഴ്സസ് എ സ്ട്രിംഗ്. ദി ഇൻപുട്ട് സ്ട്രിംഗ് ഈസ് ഗിവൺ ആസ് ആൻ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. യെസ്, നമുക്കൊരു ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു സ്ട്രിംഗ് തന്നിട്ടുണ്ട്. ആ സ്ട്രിങ്ങിൽ ക്യാരക്ടേഴ്സിൻ്റെ അറേ ആയിരിക്കും ഉള്ളത്. സോ നമുക്ക് ആ ക്യാരക്ടേഴ്സിൻ്റെ അറേനെ നമ്മൾ റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു കണ്ടീഷനും കൂടി കൊടുത്തിട്ടുണ്ട്. യു മസ്റ്റ് ഡു ദിസ് ബൈ മോഡിഫൈയിങ് ദി ഇൻപുട്ട് അറേ ഇൻ പ്ലേസ് വിത്ത് O of 1 എക്സ്ട്രാ മെമ്മറി. നമ്മൾ ഈ സെയിം അറേയിൽ തന്നെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി പുതിയൊരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എക്സാമ്പിളും കൂടി നോക്കാം. എക്സാമ്പിൾ നമുക്ക് ഇൻപുട്ട് തന്നിരിക്കുന്നത് HELLO എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ അറേ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് വേണ്ടത് ഇതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള OLLEH. ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്. അടുത്തതായിട്ട് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇൻപുട്ട് എന്ന് പറയുന്നത് HANNAH. ഇതിന്റെ റിവേഴ്സ് എന്ന് പറയുന്നത് HANNAH. ഇതൊരു പാലിൻഡ്രോം ആണ്. സോ അതുകൊണ്ടാണ് റിവേഴ്സ് ചെയ്യുമ്പോഴും രണ്ടും സെയിം ആയിട്ട് വരുന്നത്. നമുക്ക് ആ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസും കൂടി നോക്കാം. എസ് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ അറേയുടെ ലെങ്ത് എന്ന് പറയുന്നത് 1 തൊട്ട് 10⁵ വരെയാണ് റേഞ്ച്. എസ് ഓഫ് ഐ ക്യാരക്ടർ അറേയിൽ വരുന്ന ഓരോ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രിന്റബിൾ ആയിട്ടുള്ള ആസ്കി ക്യാരക്ടേഴ്സ് ആണ്. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുവാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്യാം. HELLO എന്ന് പറയുന്ന ക്യാരക്ടർ അറേയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അതിലെ ഓരോ പൊസിഷനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് 0, 1, 2, 3, 4 എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ അറേ നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ അറേയിലുള്ള ആദ്യത്തെ എലിമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പൊസിഷനിലോട്ടാണ് പോകുന്നത്. അതേപോലെ അവസാനത്തെ പൊസിഷനിലുള്ള എലിമെന്റ് ആയ O എന്ന് പറയുന്നത് ആദ്യത്തെ പൊസിഷനിലോട്ടായിരിക്കും പോകുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് എലിമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലുള്ള എലിമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലോട്ടായിരിക്കും മാറുന്നത്. സോ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 വേരിയബിൾ എടുത്തേക്കുവാണ്. ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളും റൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളും. അതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0യും റൈറ്റിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന വാല്യൂ ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ആദ്യം ലെഫ്റ്റ് പോയിന്റ് ചെയ്തേക്കുന്ന ക്യാരക്ടർ ഏതാണോ അതിനെയും റൈറ്റ് പോയിന്റ് ചെയ്തേക്കുന്ന ക്യാരക്ടറിനെയും ഞാൻ സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് നിൽക്കുന്ന പൊസിഷനിലുള്ള വാല്യൂവിനെ ഞാൻ റൈറ്റിൽ കൊണ്ടുവയ്ക്കും, റൈറ്റ് നിൽക്കുന്ന പൊസിഷനിലുള്ള വാല്യൂവിനെ ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുവെക്കും. സോ നമുക്കത് എങ്ങനെ വരുമെന്നൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം റൈറ്റിലുള്ള വാല്യൂവിനെ ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വെക്കുമ്പം റൈറ്റിലുള്ള വാല്യൂ നമുക്ക് മിസ്സാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊണ്ട് വെക്കുന്ന സമയത്തും നമുക്ക് ഒരു വാല്യൂ മിസ്സാവും. അതിനുവേണ്ടിയാണ് ഞാനിവിടെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ 2 വാല്യൂവിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ ടെമ്പിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഞാൻ ഇവിടുത്തെ റൈറ്റിലെ വാല്യൂ ആണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. സോ ആദ്യം ഞാൻ ഈ വാല്യൂവിനെ എടുത്ത് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിൽ കൊണ്ട് വെച്ചു. ഇനി ഈ വാല്യൂവിനെ ഓവർ റൈറ്റ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. സോ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ വാല്യൂവിനെ എടുത്ത് അതിനുശേഷം റൈറ്റ് നിൽക്കുന്ന പൊസിഷനിൽ കൊണ്ട് വെച്ചു. അതിനുശേഷം റൈറ്റ് നേരത്തെ നിന്നിരുന്ന പൊസിഷനിലുള്ള വാല്യൂ ഞാൻ ടെമ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെമ്പിലുള്ള വാല്യൂവിനെ ഞാൻ എടുത്ത് ലെഫ്റ്റ് നിൽക്കുന്ന പൊസിഷനിൽ കൊണ്ടുവച്ചു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാല്യൂം ലാസ്റ്റ് വാല്യൂ സ്വാപ്പ് ചെയ്ത് കിട്ടും. അതിനുശേഷം ഞാൻ ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ വേരിയബിൾ അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തതായിട്ട് എനിക്ക് ചെയ്യേണ്ടത് ഈ 2 പൊസിഷനിലുള്ള വാല്യൂവിനെ സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ റൈറ്റിലുള്ള വാല്യൂവിനെ ഞാൻ എടുത്ത് നേരെ ടെമ്പിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ലെഫ്റ്റിലുള്ള വാല്യൂവിനെ ഞാൻ റൈറ്റിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ടെമ്പിലുള്ള വാല്യൂവിനെ ഞാൻ എടുത്ത് ലെഫ്റ്റിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ഞാൻ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്തു, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിളും അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്തു. ഈ ഒരു പൊസിഷനിൽ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പം ലെഫ്റ്റും റൈറ്റും സെയിം ആകുന്ന പൊസിഷനിൽ നമുക്ക് സ്വാപ്പിംഗ് ചെയ്യേണ്ട കാര്യം ഇല്ല. ലെഫ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിനെക്കാട്ടിലും ചെറുതായിരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ചെയ്താൽ മതി. അതായത് ഈ ഒരു കേസിൽ മാത്രം നമുക്ക് സ്വാപ്പിംഗ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് റിവേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരുന്നത് HELLO എന്നാണ് തന്നിരുന്നത്. ഇപ്പോൾ അത് OLLEH എന്ന് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.